ചില പരസ്യങ്ങളിലും മറ്റേ മാംഗോ ജ്യൂസ് നായകനൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് കൊതി വരും. ശരിക്കും മാംഗോ ജ്യൂസ് ആണത്? അല്ല. അതിനെന്താ? അല്ല, അതിൽ കുറെ ചേർവുകളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ സാമ്പാർ പോലും ഒറിജിനൽ അല്ല. അതാണ് വേറെ സത്യം. ഇപ്പോൾ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ തലേദിവസം മാറിപ്പോയാലും ഇതിനൊന്നും അത്ഭുതം സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ വരാനുള്ളത് വന്നുകൊണ്ടിരിക്കും, പോകാനുള്ളത് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ ഈ പടം ഓടിയോണ്ട് ഞങ്ങളൊക്കെ വിളിച്ചത്. ഈ പടം ഫ്ലോപ്പായി ഞങ്ങൾ ഈ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആഡിൽ സോപ്പ് ഇങ്ങനെ വെള്ളത്തിൽ വീഴും. ഈ വെള്ളത്തിൽ വീണാൽ ഇത്രേ പൊങ്ങുള്ളൂ, ഇത്ര പൊങ്ങിയിരിക്കും, ഇത്ര വെള്ളത്തിൽ പോകും. ഇതിന് വെയിറ്റ് ബാലൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സംവിധായകൻ ഒരു നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ ആ പുള്ളിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളും ആ മനുഷ്യൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും ഉറക്കളച്ചും നമ്മളും കൂടെ നിന്ന് ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ ആർട്ടിനെ കുറിച്ച്, ആർട്ട് ഡയറക്ടർമാരെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എങ്ങനെ പ്രതിഫലമൊക്കെ അതുകൊണ്ട് കൂട്ടി ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നപ്പോ വരുന്നതെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാത്ത ഒരാള് ആവേശത്തിന്റെ ആർട്ട് ഡയറക്ടറാണ്, അശ്വിനിയാണ്. അപ്പൊ അശ്വിനി നമുക്ക് വേണ്ടിട്ട് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. പ്ലേ ചെയ്യട്ടെ. Hello everyone. First of all, I would like to thank Club FM for inviting me for this round table conference that is happening for the production designers of Malayalam film industry in Kochi. I'm really sorry I'm not able to attend this because of some health problems. But I'm really looking forward to what these great production designers have to say about production design. And congratulations to all of them for doing such lovely work in this industry. And regards to all of them. Thank you. Hope you guys have a really nice time and looking forward to watching you all talk about it. Thank you so much. അശ്വിനി വരുന്നുണ്ടോ? അശ്വിനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അശ്വിനി നമുക്കൊരു വോയിസ് നോട്ട് അയച്ചതാണ്. ആവേശത്തിന്റെ വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കിടിലം. അത് ഒറ്റ വാക്കിൽ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ അത്തരം ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതൊരു നമ്മൾ പ്രൊഡക്ഷൻ ഇപ്പോൾ സിനിമയ്ക്ക് ആൺ അല്ലെങ്കിൽ ലേഡി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അത് അങ്ങനെ സെറ്റപ്പ് ചെയ്തെടുത്തു എന്നുള്ളതില്ലേ, അത്രയും വലിയൊരു ക്യാൻവാസിൽ അത് അങ്ങനെ ആക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അതിഭീകര വർക്കായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനി, അങ്ങനത്തെ ഒരു ടീം ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് അത്രയും നമ്മളൊരു പ്രൊഡക്ഷൻ ഡിസൈനർ വിചാരിച്ച സാധനങ്ങൾ മൊത്തം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ലൊരു ക്യാമറമാൻ, നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും ഒരു ഇതാണ്. അത് ആ ഓരോ വിഷ്വലുകളിൽ ഉള്ളതാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. നന്നായിട്ട് ജോലി നല്ല പണിയെടുത്തിട്ടുണ്ടെന്നാണ്. അതിൻ്റെ ക്യാൻവാസ് വലിയ ക്യാൻവാസാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ആ പടം കാണുമ്പോൾ, ഞാൻ അശ്വിനിനെ അന്ന് നമ്മൾ മെയ് 1-ാം തീയതി മീറ്റിങ്ങിന് വന്നിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, കൈ കൊടുത്തിട്ട് ആദ്യം കൺഗ്രാറ്റ്സ്. എന്തിനാന്ന് ചോദിച്ചത്, യു ഡൺ എ വെരി ഗുഡ് ജോബ്. ബിക്കോസ് നമ്മൾ ആണുങ്ങൾക്ക്, ഇപ്പോൾ അജയൻ പറഞ്ഞ പോലെ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരു തരമില്ല. പക്ഷെ എന്നാലും നമുക്ക് അത് എത്ര കൂടിയാൽ കൂട്ടുമെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് രണ്ടുപേര് വേണമെങ്കിൽ ചീത്ത പറഞ്ഞിട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഒരു ലേഡി ആകുമ്പോൾ ചീത്ത പറഞ്ഞാൽ വേറെ ഇഷ്യൂ. അപ്പം അങ്ങനെ അവർ ദേ ഡൺ എ വെരി ഗുഡ് ജോബ്. അതുപോലെ ഈ വർഷം നമ്മളെ ഞെട്ടിച്ച മറ്റൊരു പടം ഗുരുവായൂരമ്പല നടയിലാണ്. സെറ്റ് കാണാൻ പോയായിരുന്നു? ഞാൻ കാണാൻ പോയായിരുന്നു. ആണോ? എന്ത് പറഞ്ഞു? ഞാൻ അവിടെ ബേസിനെ കാണാൻ പോയപ്പോൾ സെറ്റ് കുറച്ച് നേരം അവിടെ നടന്നു. നല്ല സെറ്റായിരുന്നു. സുനിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ കൂടെ ഫ്രണ്ടുണ്ട്. ആ പടത്തിൽ എന്തൊക്കെയോ, പക്ഷേ ആ പടം ഞാൻ ഈ പടം കണ്ടപ്പോൾ സെറ്റ് കണ്ടിരുന്നു, പടം കണ്ടിരുന്നു. പക്ഷെ ഞാൻ നേരിൽ കണ്ട സെറ്റിൻ്റെ പകുതി പോലും ആ പടത്തിൽ എക്സ്പോസ് ആയിട്ടില്ല എന്നുള്ളത്. കാരണം കുറേയൊക്കെ വൈഡൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അതിൽ തോന്നിയത്. മേ ബി ഉണ്ട്, പക്ഷേ അത്ര വലിയ സെറ്റ് ഇട്ടിട്ട് അങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ അത് അങ്ങനെ എക്സ്പോസ് ചെയ്യും. മേ ബി ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവും. നമുക്ക് കഥ പറയലാണ് സിനിമയ്ക്ക് അത്യാവശ്യം. നമ്മൾ ചെയ്യുന്ന സെറ്റ് സെക്കൻഡറി ആണെന്നാണ് അവർ കരുതിയിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ്. കഥ പറയുക തന്നെയാണ് സിനിമയിൽ, കഥ പറയുക തന്നെയാണ് ആദ്യത്തെ സാധനം. സെക്കൻഡാണ് ബാക്കി വരുന്ന എല്ലാ കാര്യവും. ഞാനൊരു സിനിമ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം
അതിനു മുമ്പ് നമ്മൾ വാശി പിടിക്കുമായിരുന്നു. ഇപ്പൊ ആ വാശിയൊക്കെ പോയി. ശരിക്കും ഇതുപോലെ നിങ്ങൾ കണ്ട് ഞെട്ടിയ ഒരു സെറ്റ് പറയാൻ പറഞ്ഞല്ലോ ഇതുപോലെ. ഞാൻ ബാഹുബലിയുടെ സെറ്റ് കണ്ടിട്ട്, കാരണം ഇപ്പോൾ പോയാലും നമുക്കത് കാണാൻ പറ്റും. പക്ഷേ വേറൊരു ലോകമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കൽക്കിയൊക്കെ കാണുമ്പോൾ ദെൻ അവർ VFX മാറ്റി വെച്ചാലും ഈ VFXും ആർട്ട് ഡയറക്ടറും കൂടി ഭയങ്കര കണക്ഷനുള്ള ഒരു സ്ഥലമാണ്. ഒരു ആർട്ട് ഡയറക്ടർ, ഒരു ഡിസൈനർ നമ്മൾ തീരുമാനിക്കും ഇന്ന സ്ഥലത്ത് ഇത്ര സെറ്റ്, അത് കഴിഞ്ഞാൽ VFX എക്സ്റ്റൻഷൻ. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള വലിയ കാര്യം. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ കാത്തിരിക്കുകയാണ്. കാരണം അവർ വേറൊരു ലോകമാണ് ചെയ്തിട്ടുള്ളത്. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഒരു കാര്യം അതിലുണ്ട്. അതാണ് ഞാൻ കണ്ട പടം. അത് ഞാൻ ഭയങ്കര ഞെട്ടിയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ തന്നെ അതിൻ്റെ സെറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനും അതിൻ്റെ ഒരു വലുപ്പം, അതിൻ്റെ ഗ്രാൻഡിയറൊക്കെ ഭയങ്കര, ഇനി അടുത്ത വേൾഡ് എന്താണെന്നുള്ളതിൻ്റെ ഒരു തിങ്കിങ് ആണത്. ആദ്യം ഞാൻ ഞെട്ടിയത് ഈ അവതാറാണ്. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, അവതാറിൻ്റെ ആ ഒരു വർക്ക്. എനിക്ക് ഇന്ത്യൻ സിനിമയിൽ കുറച്ചും ഇഷ്ടപ്പെടുന്ന ഒരു ഇതൊക്കെ ശരിക്കും സഞ്ജയ് ലീലയുടെ, ബൻസാലിയുടെ ഗംഗുബ ഇതൊക്കെ അല്ലേ, അതിൻ്റെ ഒക്കെ സെറ്റുകൾ എനിക്ക് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് ഇത്രയും സ്പേസിൽ, അതായത് ആ ഫിനിഷിങ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സെറ്റടിക്കാനൊക്കെ പറ്റും. ആ ഏജിങ്, ആ ടെക്സ്ചർ, അതിൻ്റെ ഒക്കെ കളേഴ്സിന്റെ തീം ഇതൊക്കെ അല്ലേ, അത് അയാളുടെ സിനിമയിൽ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അലങ്കോലം ഇപ്പോൾ ബോംബെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ റഗഡായിട്ടുള്ള വേറൊരു ഇതാണ് കാണിക്കുക. അത് ഭയങ്കര നീറ്റായിട്ട് ചെയ്ത് കാണിക്കുന്ന, അതായത് ബോംബെ ആണെങ്കിലും പഴയ കാലഘട്ടം വളരെ വൃത്തിയായിട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഇതുണ്ട്. അതിന് സമയവും ഉണ്ടായിരിക്കാം, അതിൻ്റെ ഫണ്ടും ഉണ്ടായിരിക്കാം. അത് നമുക്കും കിട്ടാത്തൊരു സാധനമാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 12th ഫെയിൽഡ് ഞാൻ കണ്ടു. അതിലും അതിഭീകരതാണ്. നമ്മുടെ മലയാളത്തിലും ഒരുപാട് സാധനമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട് ബ്രഹ്മയുഗമൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ടോട്ടൽ ഒരു വർക്കായിരുന്നു. അത് ഭയങ്കര ക്ലാസിക് വർക്കുകൾ, അതിന്റെ ക്യാമറ ആയാലും അതിന്റെ ആർട്ട് ഡയറക്ഷൻ ആയാലും ഒരു ക്ലാസിക്. പുറത്തോട്ട് പോകുന്നേ ഞാൻ എന്റെ വർക്കും അജയന്റെ വർക്കും ഇവിടെ നമ്മുടെ എല്ലാവരെയും വർക്കുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടുവാണല്ലോ. കേരളത്തിലുണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ വളരെ സീനിയർ, നമ്മള് കോളേജ് പഠിക്കുമ്പോ ഇതാണ് നമ്മളെ ഹിറ്റടിക്കുമ്പോൾ വിസിലടിക്കുന്ന പടത്തിന്റെ ആണ്ടായിട്ടായിരിക്കുന്നത്. കോളേജിൽ സ്കൂളിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന 4 പേരിൽ ചെറുപ്പക്കാരൻ ഞാൻ തന്നെ. പിന്നെ പറഞ്ഞില്ലേ നിവേദ്യത്തിന്റെ ഒക്കെ ഏതോ കാലഘട്ടത്തിലാണ് ഒരു ടോക്കൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അമ്പലമൊക്കെ നമ്മളിങ്ങനെ കാണുവാണ്, ഒരു അമ്പലം റിയാലിറ്റി. എനിക്കിപ്പോ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിനെക്കാട്ടി എത്ര മുന്നേ ഇപ്പൊ അദ്വൈതത്തിന് സാബു സാറ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാതെ പോയി അങ്ങനെ പറഞ്ഞ്. അതിനുശേഷം നിവേദ്യം വന്നിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലം. ആ സ്ഥലമൊക്കെ ഞാൻ 19ാം നൂറ്റാണ്ട് സിനിമയുടെ കാലഘട്ടത്തിൽ എന്നോട് കാണിച്ചു തരുന്നുണ്ടായി. ഇവിടെയാണ് നിവേദ്യത്തിന്റെ സെറ്റ് ചെയ്ത സ്ഥലം. ഞങ്ങൾ അതിന്റെ തൊട്ടപ്പുറത്ത് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മള് മുൻപേ പറക്കുന്ന പക്ഷികളുടെ മാതിരി നമ്മൾ ഏതോ കാലഘട്ടത്തിൽ ചെയ്തതാണ് അത്. അപ്പൊ അത് നമുക്ക് അന്നിപ്പോ അതിന്റെ ഒരു സ്റ്റിൽസ് പോലും ചിലപ്പോ നമ്മുടെ മേക്കിംഗ് സൈഡായിട്ട് ഉണ്ടാവില്ല. അതിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ വൈറ്റ് വാഷ് ചെയ്തതും അങ്ങനെ കുറെ ഇതുണ്ട്. ഞാൻ 19 ഒരു അമ്പലം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ. അതില് വലിയൊരു സ്ഥലമാണ്. നമ്മുടെ മുന്നിൽ അമ്പലം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല അത്. അതിന്റെ അളവുകളും കുറെ കാര്യങ്ങൾ അതിന്റെ നോക്കാണ്ട്, അതിന്റെ പെർഫെക്ഷൻ, അതിന്റെ എങ്ങനെയൊക്കെയാണ്, അതിന്റെ കുറെ ഡീറ്റെയിൽ ഉള്ളതാണ്. നമ്മള് അമ്പലത്തിൽ പോവാത്തൊരു തന്നെ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളാണ് എല്ലാ കേരള സ്റ്റൈൽ ഇതായിട്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് ഇതാണ് നമുക്കിത് ചെയ്തുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാല് ചെറിയ പരിപാടിയല്ല. എന്റെ ഇപ്പൊ പറയാം, ലോൺലി മിഷൻ ഒരു 7000 കണ്ടിരുന്ന ഒരു പടത്തില് മരത്തിന്റെ മേളിൽ ഒരു ഗ്രാമം, അത് 100 അടി ഹൈറ്റില് ഒരു 16 സ്ക്വയർ ഫീറ്റോളം നിൽക്കുന്ന വലിയൊരു, അത് മൊത്തം ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വീട് 1000 പേരോളം അതിന്റെ മേളിൽ കയറി, റൂം ആർട്ടിസ്റ്റും എല്ലാം കൂടെ. സിനിമയിൽ കണ്ടില്ല. അല്ല അത് ആ സിനിമ നമ്മുടെ ഒരു ഗതികേടാണ്. പല സിനിമ അങ്ങനെ കാണാറ്. ഒരുപാട് സിനിമകളുണ്ട് അങ്ങനെ. നമ്മൾ പണിയെടുത്തിട്ട് വരാത്ത സിനിമകൾ ഒരുപാടുണ്ട്. ആരെയും കുറ്റം പറയല്ല. അല്ല അന്ന് ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ഇതല്ല ശരിക്കും ആ സിനിമ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നിങ്ങൾ ആ പടത്തിനെ കുറിച്ച് നല്ല ടോക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ സെറ്റ് കാണാൻ വന്നിട്ടുള്ള കുറെ ആളുകൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമയുടെ വർക്ക് വരുമ്പോ ആദ്യം എന്താ ചെയ്യാ? പെൻസിലും പെന്നും എടുക്കോ അതോ ഗൂഗിളിൽ സെർച്ച് ചെയ്യോ? ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്നിട്ട്
ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാറ് സാധാരണ ചെയ്യാറ്. ഇപ്പോഴാണ് പെൻസിലും പേനയും പതിവ്, പക്ഷെ അതല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം നോക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മളേതായിട്ടുള്ള സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളേതായിട്ടുള്ള ലോകം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മളോട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് മാച്ച് ആവുന്ന കുറച്ച് ലൊക്കേഷൻസ് കിട്ടുമോ എന്ന് നോക്കുക. പിന്നെ ബാക്കി നമുക്ക് ആഡ് ചെയ്യാമല്ലോ, നമ്മൾ മനസ്സിൽ കണ്ട സാധനം ആഡ് ചെയ്യാമല്ലോ. ഒരു പകുതി സാധനം കിട്ടിയാൽ പകുതി നമുക്ക് ആഡ് ചെയ്യാം. ഇന്ന് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും റെഫറൻസ് എടുക്കാനുള്ള ഒരു പോയിൻ്റാണ് ഗൂഗിൾ. പക്ഷേ ഞാനൊക്കെ വന്ന കാലത്ത്, പണി തുടങ്ങിയ കാലത്ത് ഈ ഗൂഗിളില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ രാക്ഷസ് രാജ ദാദാ സാഹിബ് ചെയ്യുമ്പോൾ അതിലൊരു ലാഹോർ സ്ട്രീറ്റ് വേണം. മമ്മൂക്ക വന്നിട്ട് മമ്മൂക്കൻ്റെ ആ സ്ട്രീറ്റ് സെറ്റ് ഇടാൻ തീരുമാനിച്ചു. കഥയിൽ ലാഹോർ സ്ട്രീറ്റ് ആരും കണ്ടിട്ടില്ല, ലാഹോർ എവിടെയാണെന്നുള്ളത്, ലാഹോർ സ്ട്രീറ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് ചെന്നൈ പോകുന്നു. ചെന്നൈ പോയിട്ട് ഇക്കി ബോത്തംസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ അവിടെയാണ് വലിയ ബുക്ക് ഷോപ്പുള്ളത്. അവിടെ പോയി ലാഹോറിൻ്റെ ബുക്ക് വാങ്ങിക്കുന്നു. അവിടുന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റി അവർ വിട്ടില്ല. എന്നിട്ട് ഫുൾ പൈസ കെട്ടി വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ഈ ബുക്ക് വേണ്ട, എനിക്ക് വേറെ ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വേറെ ബുക്ക്, അതിന് വില കുറഞ്ഞ്, കാരണം അതിന് 4500 രൂപയാണ് അന്ന്. ആകെ 35,000 രൂപ ശമ്പളമുള്ളൂ. അതിൽ 4500 രൂപയ്ക്ക് ഇത് ബുക്ക് വാങ്ങിച്ചാൽ മുതലാവില്ലല്ലോ എന്ന് വെച്ചിട്ട് അത് കൊടുത്തിട്ട് പിന്നീട് അങ്ങനെയാണ് ഇപ്പോൾ കാലാപ്പാനിയൊക്കെ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം ബുക്ക് റെഫറൻസാണ്. ലൈബ്രറിയിൽ പോവുക, ബുക്ക് എടുക്കുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു. ഇന്നാണ് കുറേ കൂടി ഈസി ആയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരു പടം വന്നാൽ ഞാൻ ആദ്യം പ്രശാന്ത് പറഞ്ഞ എനിക്ക് എൻ്റെ ഒരു ലോകത്തേക്ക് ഞാൻ പോയിട്ട് പിന്നീട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ഞാൻ മണ്ടനാവും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും. ഇല്ലയെന്നില്ല, എൻ്റെ ലാപ്പ് തുറന്ന് വെച്ച് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് നമ്മളെ എന്താണ് ഡിസൈൻ ചെയ്യുന്നത് അതിലേക്ക് ഈ സാധനം അഡോപ്റ്റ് ചെയ്യുന്നു. സെർച്ച് ചെയ്യാറുണ്ട് ഇതിനെപ്പറ്റി. പക്ഷെ നമ്മൾ ആദ്യം അതിന് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കും എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അത് ക്യാമറമാൻ ആയാലും ഡയറക്ടർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്തു തരണോ അതോ നിങ്ങൾ പറയുന്നത് ചെയ്താൽ. ഞാനിപ്പോൾ ഒരു ചോദ്യം കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അത് നിങ്ങൾ പറയുന്നത് മാത്രം ചെയ്താൽ മതിയോ അതോ നമ്മൾ വേറെ ഐറ്റങ്ങൾ ഇതാക്കണോ? ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ചില സിനിമകൾക്ക് ഇപ്പം ഞാനൊരു തമിഴ് ഇതിൻ്റെയൊക്കെ പോയപ്പോൾ നിങ്ങൾ ചെയ്തു തരൂ, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ കൂടുതൽ കളിക്കാനുള്ളത്. മനസ്സിലായില്ലേ? ഇവർ പറയണത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഡയറക്ടർ പറയും കപ്പും സോസർ വേണം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് വേണം, കുറച്ച് ഫോട്ടോസ് വേണം. പക്ഷെ നിങ്ങൾ ഈ സ്പേസ് നമുക്ക് ചെയ്തു തരണം എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമാണത്. അപ്പോൾ പല സിനിമകൾക്കും ചില ഡയറക്ടർമാർ പറയും ഇത് മതി, ഞങ്ങൾക്ക് ഇത് ഇത്ര വെച്ചാൽ മതി. പക്ഷെ നമ്മളൊരു സ്പേസിനെ പറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അവിടെ ഫ്രീഡം കിട്ടുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനുള്ളത് തന്നെ. അവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ഇപ്പോൾ ഒരു കൽക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങനെയാണ് ആ സ്ഥലം, അത് നമ്മുടെ ഭാവനയാണത്. ഭാവന നമ്മൾ ഉണ്ടാക്കി അതിനെ പറ്റുന്ന റെഫറൻസുകൾ വെച്ച് വരച്ച് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇതാക്കുന്നത്. ഒരു വര കൊണ്ടൊന്നും ഇതൊന്നും ശരിയാവില്ല. എത്ര സെറ്റുകളൊക്കെ വരച്ച് മാറ്റി തലേ ദിവസം തന്നെ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഇതിനും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ നിരന്തരം അതിങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഗൂഗിളിൽ പല പല സെർച്ചുകൾ നടത്തും. പിന്നെ അതിനെപ്പറ്റി നമ്മുടെ മൈൻഡൊക്കെ അതിലേക്ക് മാറിപ്പോയി അതിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തുന്നത്. നമ്മൾ ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ അതിനെക്കാട്ടി നല്ലത് വരും, ചിലപ്പോൾ പാളിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി നൽകിയ വർക്ക് ഏതാ? എല്ലാവർക്കും സംതൃപ്തി നൽകിയ വർക്കാണ്. ഒന്ന് പറയാൻ പറഞ്ഞാൽ അല്ല, അങ്ങനെ ഒന്നായിട്ട് പറയാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ ഉയിര് കൊടുത്താണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് സത്യം. നമുക്ക് അങ്ങനല്ലല്ലോ, നമുക്ക് സെക്കൻഡ് ഷോ ഇല്ല, വർഷം മാത്രമല്ലേ എല്ലാറ്റിനും നമ്മൾ പെയിൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരേപാട് കഷ്ടപ്പാടല്ലേ നമ്മൾ എടുക്കുന്നത്. ഇപ്പം ചെറിയ ഡയറക്ടറായാലും വലിയ ഡയറക്ടറായാലും. ഇതില് വേറെ കാര്യമുണ്ട്. ഒരു പടം ഓടിയത് ഇപ്പൊ നിങ്ങൾ തന്നെ ഈ പടം ഓടിയോണ്ടാണ് ഞങ്ങളൊക്കെ വിളിച്ചത്. ഈ പടം ഫ്ലോപ്പായി ഞങ്ങൾ ഈ വർക്ക് തന്നെ ചെയ്തത്. നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പടം ഫ്ലോപ്പ് ആവുന്നതിനനുസരിച്ച് ഈ വർക്കും ഇല്ലാതാവാണ്. ഒരാളും അതായത് നമ്മൾ എത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ അറിയപ്പെടുന്നില്ല അതിനെ പറ്റിയിട്ട്. ചില ഡയറക്ടർമാര് അത് തല്ലിപ്പൊളി ഡയറക്ടറാണ്, അതായത് തല്ലിപ്പൊളി കഥയാണ്, അതോടുകൂടി പോയി അത് സിനിമ. നമ്മളതിൽ പക്ഷെ വർക്ക് ചെയ്തിട്ടുണ്ടാവും 2 കൊല്ലമായിരിക്കും. അതാണ് അതിന്റെ പ്രശ്നം. സംവിധായകൻ നമ്മളെ തേടി വരുമ്പോൾ
നമ്മൾ പുള്ളിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളും ആ മനുഷ്യൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും ഉറക്കളച്ചും നമ്മളും കൂടെ നിന്ന് ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർക്കുകൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അത്രത്തോളം ആത്മാർത്ഥത്തോടെ അതിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ വർക്കും അല്ലേ ഫേവറേറ്റ് ആണെന്നാണ്. രണ്ടാമത്തെ കേസം സിനിമ ഞാൻ കണ്ട കാഴ്ച കേട്ടോ, ഞാൻ എൻ്റെ ഒരു 28 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിലായി. ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സിനിമ പൊളിയാൻ വേണ്ടിയിട്ട് ആരും സിനിമ എടുക്കാറില്ല. ഹിറ്റും ഫ്ലോപ്പൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. നോ വൺ ക്യാൻ ബി ഈ പടം പൊട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും പടം എടുക്കാറില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആ പടം ഓടണം എന്നുള്ള ഒരു എല്ലാവർക്കും നമ്മളങ്ങനെയാണല്ലോ ജോലി ചെയ്തത്. ബാബുസാർ ആദ്യം ഡയറക്ട് ചെയ്തു, ഇപ്പൊ അടുത്ത ഡയറക്ടർ വരാൻ പോവാണ്. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് വർക്ക്? ചെറിയ പണിയല്ല. അത് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ പഴയ ഡയറക്ടറല്ലേ? ഇല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചോളം നടന്നില്ല. അതുകൊണ്ട് ആദ്യം ചെയ്ത ആള് പുള്ളി തന്നെയാണ്. പ്ലാൻ ഉണ്ടോ എല്ലാവർക്കും ഡയറക്ഷൻ? എല്ലാവരുടെ മനസ്സിലും സ്വപ്നം ഉണ്ടല്ലോ, അത് എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നത് അത് സ്വപ്നമായിരിക്കുമല്ലോ അല്ലേ അജയ്? അല്ല, നമ്മൾ അത് നടക്കാത്തതെന്നൊന്നും ചിലപ്പോൾ ചിന്തിക്കാം. അത്രയും ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുടെ തിങ്കിങ് ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അവര് ചെയ്യേണ്ടതും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളതൊക്കെ ആവും. അപ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അറിയാലോ. ഇത്രയും കുറേ പൈസ വേണം, അതിന് ആര് ഇതാവും, ഒരു ഡയറക്ഷനും ചെയ്യാതെ, അങ്ങനെ കുറേ ഇതുണ്ട് ഇതിന്. പക്ഷെ നമ്മൾ അത് സ്വപ്നമാവില്ല. അത് പിന്നെ സംഭവിക്കേണ്ടതിന് ഇപ്പോൾ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ തലേ ദിവസം മാറിപ്പോയാലും ഇതിനൊന്നും അത്ഭുതം സംഭവിക്കാനൊന്നുമില്ല. കാരണം നമുക്കറിയാം സിനിമ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ പോകുന്നു. നമുക്ക് ആ ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ വരാനുള്ളത് വന്നുകൊണ്ടിരിക്കും, പോകാനുള്ളത് പോയിക്കൊണ്ടിരിക്കും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും നിങ്ങളുടെ തന്നെ വർക്ക് സ്ക്രീനിൽ കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഞെട്ടിയൊരു വർക്ക് പറയാൻ പറഞ്ഞില്ല ഇതുവരെ? നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് തന്നെ വേറെ ലെവലിലെ സാധനമായിട്ട്. അല്ല, അത് എനിക്ക് അങ്ങനെ ഞെട്ടിയിട്ടുള്ളത് മഞ്ഞുമല് കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. അതായത് അതിന്റെ നമ്മൾ ചെയ്തുണ്ടാക്കിയ ഒരു സാധനം, പക്ഷെ അത് ഷൂട്ട് ചെയ്ത് ലൈറ്റപ്പ് ചെയ്ത് അതിന്റെ BGM കൂടിയിട്ട് കേട്ടപ്പോഴല്ലേ ശരിക്കും നമ്മൾ കിട്ടി. അത് ഉള്ളിൽ വീഴാതെ എല്ലാം നമുക്ക് ഇത് ചെയ്ത് ഇതാക്കിയതല്ലേ. പക്ഷെ ആ വിഷ്വൽ എഫക്റ്റ്, അതായത് സിനിമ ബാക്കി സാധനങ്ങൾ കൂടി ചേരുമ്പോഴുള്ള ഒരു ഇതല്ലേ, അതിൽ നമ്മൾ കിട്ടിപ്പോയിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട്. അത് അതിൻ്റെ ആ സൗണ്ടിലാണ് നമുക്ക് അതിൽ നമ്മൾ വിഷ്വലുകൾ മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത്, അതിഭീകരമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അത് അപ്പം അതിൻ്റെ വിദഗ്ധന്മാരായിട്ടുള്ള ഭീകരന്മാരാണ് ഇപ്പോൾ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കാലിശ്ശേരി ദേവി ടാക്കീസിലൊക്കെ പഴയ തിയേറ്ററിൻ്റെ നമ്മൾ സ്ക്രീനിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ 2 സ്പീക്കർ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം മനസ്സിലായിരുന്നത് ഇവിടുന്ന് ഈ സൗണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരാൾക്കും പോയിട്ട് നോക്കാനും പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമ്മൾ പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇതായപ്പോൾ ഇവിടുന്ന് ഈ സൗണ്ട് എന്നും നമുക്കൊരു തീരെ ചോദ്യമായിരുന്നു. സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നാണ് ഈ നായകൻ ഇവര് കഥാപാത്രങ്ങളുടെ സൗണ്ട്? അവസാനം നമ്മളത് കണ്ടെത്തി. നമ്മൾ മറ്റേ വെട്ടുകല്ലിന്റെ മുകളിലുണ്ട് ഒരു 4 വെട്ടുകല്ല് വെച്ചിട്ടുണ്ട്, 2 വലിയ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ 2 സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലായി. പക്ഷെ ഇന്ന് നമ്മൾ സിനിമ കാണുന്നത് നമ്മുടെ ചുറ്റും ബോക്സിന്റെ ഇതിന്റെ ഇടയിലാണ്. അപ്പോൾ അതിലൊരു സൂചി വീഴുന്നതടക്കം ഉള്ള റെക്കോർഡിങ് സിസ്റ്റം, അതിന്റെ ഹൈ അറ്റ്മോസ്ഫിയറിലൊക്കെയാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ നമ്മൾ ദൃശ്യം മാത്രമല്ല, നമ്മളെ മൊത്തത്തിൽ ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട് മികച്ച കാഴ്ചയും ശബ്ദ സംവിധാനങ്ങളൊക്കെ അത്രയും ഇതായിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ ഇതാക്കി കളയും, അതിൻ്റെ സറൗണ്ടിങ് സിസ്റ്റം അതൊക്കെ ആയിട്ട്. ഞാൻ എനിക്ക് കുറേ പടങ്ങളുണ്ട്. ഞാൻ ഈ കൃഷ്ണകുടിയിൽ പ്രണയകാലത്തൊക്കെ അന്ന് ഈ സിനിമ ഇത്രയും വൈഡായിട്ടുള്ള ഒരു സമയമൊന്നും അല്ലായിരുന്നു. ആ പടം കണ്ടിട്ട് ആ സ്റ്റേഷൻ ചെയ്ത കാരണം ആ സ്റ്റേഷൻ ആകെ 4 ദിവസമാണ് നമ്മൾ വർക്ക് ചെയ്ത്. ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒന്നുമില്ല, ഒരു ചെറിയൊരു ബോക്സ് മാത്രമേ ഉള്ളൂ. റെസ്റ്റ് ഓഫ് തിങ് എല്ലാം ബിൽഡഡാണ്. ആ 4 ദിവസം പുറത്ത് വെച്ച് വർക്ക് ചെയ്ത് പെർമിഷൻ ഒരു ദിവസം രാത്രി 8 മണിക്കാണ് കിട്ടുന്നത്. പിറ്റേന്ന് രാവിലെ സെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. സെറ്റ് ചെയ്ത് വന്നപ്പോൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവിടെ അന്നേ വരെ 2 ട്രെയിനേ ഉള്ളൂ അവിടെ. ഒരു ട്രെയിന് നിലമ്പൂർ പോകുന്നു, ആ ട്രെയിൻ തിരിച്ച് ഷൊർണൂർ പോകുന്നു, ഇത്രേ ഉള്ളൂ. അവിടുത്തെ ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ചുമ്മാ ഇരിക്കുന്നതാണ്. ഈ സ്റ്റേഷൻ സെറ്റ് ഇട്ട അന്ന് മുതൽ അവിടെ തിരക്കോ ലാസ്റ്റ് ടിക്കറ്റ് ഇല്ല, എന്നിട്ട് കയ്യിൽ എഴുതി കൊടുക്കുമായിരുന്നു അവർ. അങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് സെറ്റ് കാണാൻ വന്ന് ഇവർ രാവിലെ വരുമ്പോൾ പൊതിച്ചോറൊക്കെ ആയിട്ടാണ് വന്ന് ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത്.
അങ്ങനത്തെ ഒക്കെ കണ്ട് കുറേ അതെ. കൃഷ്ണകുടിയുടെ കാര്യം പറയുമ്പോൾ ഞാനെന്നിട്ട് കുറേ കാലം ഗൂഗിളിൽ ആന്ധ്രാപ്രദേശിൽ ഈ സ്ഥലത്ത് ട്രിപ്പ് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണകുടി ഞാൻ കുറേ കാലം ടൈപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഒരു ദിവസം കമൽ സാറിനെ ചോദിച്ചപ്പോഴാണ് കമൽ സാർ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് പറഞ്ഞത്. അത് ഞങ്ങള് പക്ഷേ ഞങ്ങൾ എവിടെ ആയിരുന്നത്? പെരിന്തൽമണ്ണ ഞങ്ങള് കുറേ കറങ്ങിട്ടോ. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ തപ്പിട്ട് ഞാൻ അങ്ങനെ കേട്ടില്ല. എനിക്ക് ഞെട്ടുക എന്നല്ല, എനിക്ക് കുറച്ച് തൃപ്തി തോന്നിയത് എന്ന് പറയണം. ബാക്കി ഞാൻ എൻ്റെ വർക്കിൽ ഇത് കാണുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പം അങ്ങനെ എനിക്ക് തോന്നാറ്, അയ്യോ അത് ശരിയല്ലോ അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. ഈ തൃപ്തി, ഇത് പൂർണ്ണ തൃപ്തിയായിട്ട് തോന്നിയത് എനിക്ക് ആടുജീവിതമാണ്. കാരണം എവറി ഷോട്ട് നമ്മൾ അതിൻ്റെ പിന്നിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, എല്ലാ ഷോട്ടിലും പിന്നിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എനിക്ക് പടമായിട്ട് വന്ന് കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണ തൃപ്തിയായിട്ട് ആ എടുത്ത എഫർട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടി എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. വേറെ പടത്തിൽ നിന്നൊക്കെ റെഫറൻസ് എടുക്കോ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലല്ലോ. എടുക്കോ ഞാൻ എടുക്കാറില്ല. സിനിമകൾ റെഫറൻസ് എടുക്കാറില്ല. ഇപ്പം പിൻട്രസ്റ്റ് എന്ന് പോലെ അങ്ങനത്തെ കുറേ സൈറ്റുകളുണ്ട്, നമുക്ക് അതിൽ നിന്ന് റെഫറൻസ് എടുക്കും. ഇപ്പം ഞാൻ സിനിമ ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ ആഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ 101% പെർഫെക്റ്റ് വേണം. അതിൻ്റെ അതായത് എവിടെ എന്ത് വെക്കണം എന്നുള്ളതിന് വളരെ മുൻകൂട്ടി കാണണം. ഇപ്പോൾ സിനിമയ്ക്ക് എന്താ വെച്ച് അവിടെ വെച്ചോ ഒന്ന് ചെയ്തോ അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ആഡ്സ് അതല്ല. സോ അതുകൊണ്ട് ഞാൻ കുറേ അധികം ഈ പിൻട്രസ്റ്റും അങ്ങനത്തെ കുറേ സൈറ്റ്സ് ഉണ്ട്, അവരുടെ റെഫറൻസ് എടുക്കാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ഒരു പോർഷനൊക്കെ എടുക്കും, വേറെ ഒന്നും പോർഷൻ അങ്ങനെ നമ്മൾ സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഏതാ റിസ്ക്, സിനിമയാണോ അതോ ആഡാണോ? ആഡ് ഭയങ്കര റിസ്ക് ആട്ടോ. കാരണം ഈ 30 സെക്കൻഡ്സിൽ ഇവർ കഥ പറയുന്നു, ഇവർ കളർ സ്കീം, ഇവരിത്. സിനിമ വന്നിട്ട് ഒരു 30 ദിവസം, ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു 2 ദിവസം തള്ളി വെക്കാൻ പറയാൻ പറ്റും. എല്ലാവരും സമ്മതിക്കണമെന്നല്ല, ബട്ട് എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ അതല്ല, അവർക്ക് ഇത്ര ബഡ്ജറ്റിൽ ഇത്ര സാധനം ഇത്ര ചെയ്യണം എന്നുള്ളതിൻ്റെ വളരെ ഇതാണ്. എല്ലാവരും ആഡ് ചെയ്യാറുണ്ടോ? കൂടുതലും ആഡിന്റെ പുള്ളിയാണ്. ഫേമസ് ആയ ഒരു 5 ആഡ് പറയാൻ പറയോ? അങ്ങനെ പറ്റില്ല, കാരണം അത് ബ്രാൻഡാവും, നിങ്ങൾക്കത് കുഴപ്പമാവും. ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല ആഡുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഫഹദിനെ വെച്ചിട്ട് ഒരു ആഡ് ചെയ്തിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്, അത് വന്നിട്ടില്ല, വരും അടുത്ത് തന്നെ. വലിയ സെറ്റാണ്, പക്ഷെ അത് അങ്ങനെ വലിയ സെറ്റല്ല. അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. ഒരു ബെഡ്റൂം ഫുൾ ബെഡ്റൂം സെറ്റ് ചെയ്യില്ല, അതുകൊണ്ട് പോർഷൻസൊക്കെ ചെയ്ത് അത് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇറ്റ്സ് ലുക്ക് സ്റ്റാർ ഹോട്ടൽ മാതിരി അല്ലെങ്കിൽ സ്റ്റാർ ബെഡ്റൂം മാതിരിയൊക്കെ ഉണ്ടാവും. അത് വേറെ ടെക്നിക്കായി. അത് ആഡിന്റെ ഞാൻ കേട്ടിട്ടുണ്ട് ഐസ്ക്രീം ഒക്കെ പെയിന്റ് ഒക്കെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യും. ശരിക്കും ഐസ്ക്രീം എന്താ? ഐസ്ക്രീം ശരിക്കും പറഞ്ഞാൽ അതായത് 3 തരത്തിൽ ചെയ്യാം. ഒന്ന് പഫ് വെച്ച് ചെയ്യും, അത് അതിനെ കളറിങ് ചെയ്ത് അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യാറുണ്ട് നമ്മൾ. അതിൻ്റെ മുകളിൽ തന്നെ സ്പോഞ്ച് വിത്ത് വേറൊരു മെറ്റീരിയൽ ഉണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല, അത് വെച്ച് ചെയ്യും. അത് ഡിറ്റോ നമുക്ക് കോരി എടുക്കാൻ പറ്റും, ബട്ട് യു കാൻ ഈറ്റ്, യു ക്യാൻ ടേക്ക് ഇറ്റ്. സ്കൂപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിലാണ് ചെയ്യാറുള്ളത്. ഈ പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വേറൊരു കഴിവാട്ടോ. സെറ്റ് ഇടുന്നത് അതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഐസ്ക്രീം എടുക്കുന്നു, സാധാരണ ഐസ്ക്രീം പോയിട്ട് നമുക്ക് അങ്ങ് സ്കൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ചെയ്ത് മേക്ക് ചെയ്തിട്ട് ഇത് എടുക്കും, സ്കൂപ്പ് ചെയ്യുന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതിലാണ് അതൊക്കെ. ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ചില പരസ്യങ്ങളിലും മറ്റേ മാംഗോ ജ്യൂസ് നായകനൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് കൊതി വരും, ശരിക്കും മാംഗോ ജ്യൂസ് ആണത്? അല്ല, അത് പിന്നെന്താ? അത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ല അതിൽ കുറെ ചേർവുകളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ സാമ്പാർ പോലും ഒറിജിനൽ അല്ല, അതാണ് വേറെ സത്യം. സാമ്പാർ പോലും നമ്മൾ പരിപ്പ് ഉണ്ടാക്കും, വെള്ളം ഒഴിക്കും, പിന്നെ പച്ചക്കറികളൊക്കെ ചുമ്മാ ഒന്ന് ഓയിലൊന്ന് ഇതാക്കിയിട്ട്, കാരണം ഈ ഫ്രഷ്നെസ് കാണണം. ഈവൻ രസം ചെയ്താലും ഇത് തന്നെയാണ്. സാമ്പാർ പോട്ടെ, രസം ഒന്നുമില്ലാത്ത സാധനം, അതിന് പോലും കുറേ പക്ഷെ ഇതൊന്നും ഈഡബിൾ അല്ല. അപ്പൊ ചിക്കൻ കറിയോ? ചിക്കൻ കറിയൊക്കെ നിങ്ങൾ കണ്ടാ പിന്നെ തൊടൂലെന്നറിയാം. ശരിക്കും നായകന് ചിക്കനൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴുന്ന അതൊക്കെ ദാറ്റ് ഈസ് ഓൾ ഒറിജിനൽ, ബിക്കോസ് ചിക്കനൊക്കെ ഒറിജിനൽ ആയിരിക്കും. പക്ഷേ ഈ ചിക്കൻ പോപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ബ്ലാസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ വേറെ സിലിക്കോണിൽ ചെയ്യുന്നതാണത്. അയിലയും മത്തിയൊക്കെ ഒറിജിനലാണോ? അതൊക്കെ ഒറിജിനൽ, കാരണം
അത് ഡമ്മി ചെയ്യാൻ പോയാൽ അതിനേക്കാൾ കൂടുതൽ പൈസ ആവും. സോപ്പ് ഡമ്മിയാണ്. ആണോ? ആ, ഈ വെള്ളത്തിൽ സോപ്പിന്റെ 2 കാര്യങ്ങളുണ്ട്. സോപ്പ് തേക്കുന്നൊക്കെ ഡമ്മിയാണ്. കാരണം നമ്മൾ ഒറിജിനൽ സോപ്പ് എടുത്ത് തേച്ച് കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ ഡമ്മിയുടെ മുകളിൽ നമ്മൾ സർഫിന്റെ പതയോ അല്ലെങ്കിൽ സോപ്പിന്റെ പതയോ തേച്ചിട്ട് കൊടുക്കും. അത് അവരിങ്ങനെ ജസ്റ്റ് വൈപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഈ സോപ്പ് ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതേമാതിരി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആഡിൽ സോപ്പ് ഇങ്ങനെ വെള്ളത്തിൽ വീഴും. ഈ വെള്ളത്തിൽ വീണാൽ ഇത്രേ പൊങ്ങുള്ളൂ, ഇത്ര പൊങ്ങിയിരിക്കും, ഇത്ര വെള്ളത്തിൽ പോകും. ഇതിന് വെയിറ്റ് ബാലൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സോപ്പ്. അപ്പോൾ ഈ സോപ്പ് വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ച് ഇങ്ങനെ തന്നെ വന്ന് നിൽക്കും. പിന്നെ ഇത് ഇങ്ങനെ ഒരിക്കുന്ന നൂഡിൽസോ നൂഡിൽസൊക്കെ ഒറിജിനലായിട്ട് തന്നെ ചെയ്യണം. പക്ഷെ അത് വേറെ മെറ്റീരിയൽ ആയിക്കട്ടെ. ഇപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറൊരു പ്രോഡക്റ്റിൻ്റെ പതയ്ക്ക് നമ്മൾ ഈസി ആയിട്ട് കണ്ടെത്തുന്ന സർഫാണ്. ഏത് സാധനത്തിനും സർഫ്, കാരണം ബേസിക് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള സാധനം. പതച്ചാൽ ഈ പത ഇത്ര വരും, വേറെ ഒറിജിനൽ ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറം വരും. അതേമാതിരി ഒരു അരിയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും, അരിയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ റൈസൊക്കെ ഇടുമ്പോൾ വേറെ നല്ല അരി വാങ്ങിക്കും. പക്ഷേ ഈ സൈഡ് ഒരു പ്രോഡക്റ്റായിട്ട് അവിടെ ഉണ്ടാവും, വേറെ നല്ല അരി വാങ്ങിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ചില ആളുകൾ സമ്മതിക്കില്ല. ചില ഓണേഴ്സ് പറയും അവരെ പുട്ടുപൊടി ഉണ്ടാക്കാൻ അവരെ പുട്ടുപൊടിയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറയും. ചില ആൾക്കാർ ഭയങ്കര കണ്ടീഷൻസ് ഉണ്ട്. അവരെ പുട്ടുപൊടിയിൽ അവരെ കുക്ക് വരും, അവർ ഇത്ര വെള്ളം ഒഴിക്കണം, ഇത്ര ഇതിടണം എന്നൊക്കെ അവർ കറക്റ്റ് ടൈം പറഞ്ഞു. ചിലതൊക്കെ അവർ വരില്ല, കാരണം അത് അപ്പം അറിയാം. അത് ചപ്പാത്തി പൊങ്ങോ? അതൊക്കെ ഉറപ്പായിട്ടും പോകും. ശരിക്കും ആ കമ്പനിയുടെ ആയിരിക്കില്ല എന്നുള്ളു, വേറെ അല്ല. അതെല്ലാം ദിസ് ഓൾ ബിസിനസ്. ബിക്കോസ് എന്തൊക്കെ ആയാലും എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ്. ധോണിയൊക്കെ അടിക്കുന്ന പെയിന്റ് ഒക്കെ ഒറിജിനൽ അല്ലേ? അതൊക്കെ ഒറിജിനൽ. അതിലൊന്നും മായം ചേർക്കാൻ പറ്റില്ല. കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്താ? അപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ വർക്കിനും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജിൽ സെറ്റിട്ട് VKPക്ക് അറിയാം അത് സെറ്റാണെന്നുള്ളത്. അത് സെറ്റാണെന്നുള്ളത് പുള്ളിക്കറിയാം. പക്ഷെ പുള്ളി വന്നിട്ട് അത് നമ്മൾ ചെയ്താണോ ഇവിടെ ഉണ്ടായിരുന്നാണോ, ദാറ്റ് ഈസ് അപ്രിസിയേഷൻ. ബിക്കോസ് നമ്മൾ എത്ര വർക്ക്, എല്ലാ വർക്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മാജിക് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ മാജിക് കാണുമ്പോൾ അവർ നമ്മളടുത്ത് പറയുന്നത് ഇത് നന്നായിരുന്നു എന്ന് പറയുന്നത് വളരെ എല്ലാം ഒരു അപ്രിസിയേഷനായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. എനിക്ക് നിവേദ്യം ചെയ്തിട്ടുള്ള അതാണ്. നിവേദ്യം അമ്പലം ചെയ്തിട്ട്, അപ്പോൾ അന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് അവർ ലൊക്കേഷൻ കവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായി, അമരവിള ഒക്കെ. അപ്പോൾ അവർ വന്നിട്ട് നോക്കിയപ്പോൾ അവർക്ക് സെറ്റാന്ന് ആദ്യം അവർക്ക് അറിയില്ലായിരുന്നു. അവർ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ബ്രേക്ക് സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പം ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ചൂടായി ഈ ഏഷ്യാനെറ്റുകാർ അവരെ കേട്ട്. ഇതെന്തെങ്ങനെ അവർ അമ്പലത്തിൽ കയറി ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചൂടായി. അപ്പോഴാണ് ലോഹിത് സാർ പറഞ്ഞത് ഇങ്ങനെ സെറ്റ് ഇട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇത്. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അവർ ഇത് വെച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഒരു വർക്ക് ചെയ്തു. പിന്നെ ഭരതഗോപി ചേട്ടൻ ഫസ്റ്റ് ആദ്യമായിട്ട് അമ്പലത്തിൽ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ അതാണ് എനിക്ക് മനസ്സിൽ കിടക്കുന്ന. എനിക്ക് തോന്നുന്നു തൊണ്ടിമുതലിൽ ഇത് കണക്ക് പോലീസ് സ്റ്റേഷൻ പണിതായിരുന്നു. അതിനകത്തൊരു 18 പോലീസുകാർ അഭിനയിക്കുന്നുണ്ട്. SI ASI എല്ലാം പോലീസുകാരാണ്. ഇവർ വന്നിട്ട് അവർക്കൊന്നും അവർ കറക്റ്റ് അവരുടെ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ചെറുതായിട്ട് ഞെട്ടിയൊരു സാധനമാണ്. ഇനി അജയേട്ടൻ? എനിക്ക് പല സിനിമകളും നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഈ ആ കലാസംവിധാനം അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആളുകൾ ഒരുപാട് നമ്മുടെ മഞ്ഞുമല് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പം തിരിച്ചറിയണത് പോലും എന്നെ മഞ്ഞുമല് കണ്ടുകൂട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധക്കാരൊക്കെ വിളിച്ച് പറയണം നമ്മളെ. അപ്പോൾ ഇതുവരെ ഇല്ലാതെ ഇത് 19-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ അത്രയും മരണ വർക്കെടുത്തിട്ടുണ്ട്. പക്ഷെ കുറേ ആളുകളിലേക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആ ഗുഹക്ക് അജയൻ ചെയ്താണല്ലോ, ഇത് എവിടെ ചെയ്തു, അങ്ങനെ നമ്മൾ ഏതൊരു സാധാരണ പ്രേക്ഷകർക്കും കുറെ കുട്ടികൾക്കും ഇതായാലും നമുക്കതങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഭയങ്കര സന്തോഷം ഉണ്ടാകും ആ സാധനത്തിൽ. ആളുകൾക്ക് തിരിച്ചറിയപ്പെടാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ഇനോഗ്രേഷനും ഇതിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ എത്തുന്ന സ്ഥലത്ത് ഒരു ആർഡറിൽ കയറിയിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തരുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന്റെ ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് വരുന്നത്. ഇപ്പൊ നമ്മൾ അന്ന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ സന്തോഷം നമുക്ക് പറഞ്ഞാൽ സിനിമ
അത് അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ അത് ആ സിനിമ എങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന്റെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും പറയാത്ത ആളുകളൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് പാതിരാത്രിക്ക്. അതായത് എവിടുന്നോ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളായിട്ട് എനിക്കിപ്പോൾ സംസാരിക്കണം, എവിടുന്നോ നമ്പർ കിട്ടിയതാണ്, 2 മണിക്കൊക്കെ ഞാൻ ആ ടൈമിലൊക്കെ അത് നിങ്ങൾ പറഞ്ഞോളൂ പറയും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് അങ്ങനത്തെ ഒരു സിനിമ അവരുടെ ഉള്ളിലേക്ക് അങ്ങനെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. ഒരു മലയാള സിനിമ ഇരുന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്നിട്ട് കണ്ടിട്ട് അവർക്ക് ആ ഒരു ഫീല് ഒരു മലയാള സിനിമയുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കാണാൻ പറ്റിയത് വളരെ തന്നെ. അതിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് അതിൻ്റെ ഒരു മെയിൻ ഒരു ഇതായിട്ട് ചെയ്ത കാരണം എനിക്കും വളരെ സന്തോഷമാണ് അതിൽ. ഇപ്പോൾ ആർട്ടിനെ കുറിച്ച്, ആർട്ട് ഡയറക്ടർമാരെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എങ്ങനെ പ്രതിഫലമൊക്കെ അതുകൊണ്ട് കൂട്ടി ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയാം, ഇപ്പോ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. സത്യം പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, പൈസ കിട്ടാത്ത പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 90% ഒരു നീറ്റായിട്ടുണ്ട്. കാരണം അതിൻ്റെ കാര്യം എല്ലാവർക്കും നമ്മൾ കഷ്ടപ്പാടും നമ്മൾ ചെയ്യുന്ന വർക്കും ആൻഡ് പടം ഓടുന്നുണ്ട്, തിയേറ്ററിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കാരണമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ. കാരണം ഞാനൊരു ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളും കൂടിയാണ്, ഫിഫ്കോ ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് വളരെ ചുരുക്കം ചില കംപ്ലയിൻറ്റ്സ് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ ഒരു 6 കൊല്ലം സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ 2 കൊല്ലം പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. ഈ 4 കൊല്ലത്തിൽ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് അധികം കംപ്ലയിൻറ്റ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും പൈസ കിട്ടി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ അതിൻ്റെ ഒപ്പയാണ്. പക്ഷെ അതിനു മുമ്പ് എല്ലാവരും എല്ലാ സമയത്തും പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒത്തുകൂടി ഇരിക്കാറൊക്കെ ഉണ്ടോ? മെയ് 1 മെയ് 1 ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സംഘടനയുടെ പരിപാടിയുണ്ട്. അന്ന് എല്ലാ ആൾക്കാരും എത്തും. ചിലപ്പോൾ അപൂർവം ചില ആൾക്കാർക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കോ ചില ജോലിയൊന്നും ഉണ്ടാവില്ല, ഷൂട്ടില്ലല്ലോ അന്ന്. എല്ലാവരും ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ വരാറുണ്ട്. കാരണം വെച്ചാൽ എനിക്കത് ഈ ഓരോ വർഷവും നമ്മൾ ഓരോ ലൈഫിന്റെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഞാനിപ്പോൾ എത്താറുണ്ട്. അവിടെ എത്തിയിട്ട് ഈ ആളുകളെ എല്ലാവരുടെയും അന്ന് കാണാമെന്ന് എനിക്ക് ഭയങ്കര ഇതുണ്ട്. ഇപ്പൊ ജ്യോതിഷനായാലും ഇവരൊക്കെ എല്ലാ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു വളരെ വളരെ അതായത് നമ്മളിങ്ങനെ വർക്കുകൾ ഒരു വർഷമായിട്ട് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ പോലും കണ്ടുമുട്ടുന്ന ഒരു ദിവസം പറഞ്ഞാൽ ഈ 1-ാം തീയതിയാണ്. അപ്പൊ അത് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം എല്ലാവരും പിരിയാറുള്ളൂ. നല്ലൊരു കൂട്ടായി. അത് എല്ലാ ആൾക്കാരും പരസ്പരം മിണ്ടണം എന്നില്ല കേട്ടോ. അതിന്റെ വേറൊരു സംഭവം കൂടി ഉണ്ട്. എല്ലാവരും കണ്ടുള്ള ഇങ്ങനെ ഹഗീന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. പലരും ഇങ്ങനെ പോകണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലാ ആളുകളില്ലേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഭയങ്കര ചിലപ്പോ വന്നിട്ട് നമ്മളെ കാണാൻ വേണ്ടി കൊതിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്യണം, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യണം എന്നുള്ള പറയുന്ന അസിസ്റ്റന്റ് ഇവരൊക്കെ കാണും. പക്ഷെ അന്നത്തെ ദിവസത്തിന് വളരെ പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ്. എനിക്കിഷ്ടമാണ് അന്നത്തെ ഒരു മെയ് 1 എന്ന് പറഞ്ഞാൽ തൊഴിലാളി ദിനത്തിനെക്കാട്ടും അതായിട്ട് ഈ ആർട്ട് ഡയറക്ടർമാരുടെ ഒരു ലോക സമ്മേളനം എന്ന് പറയാം നമ്മുടെ മലയാളം ഇതിന്റെ. അവരുടെ എല്ലാ ആളുകളെയും കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും മെയ് 1-ാം തീയതി ഇവർ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ട് ഡയറക്ടർമാരുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും.